ഹായ്. ഒരു ദിവസം ഒരു ഉപഭോക്താവിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മാന്യമായ ഭാഷയിൽ, വളരെ വിനയത്തോടെ, പുഞ്ചിരിയോടെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തുണ്ടായിരുന്ന ഭാര്യ ഫോൺ വെച്ച ഉടനെ ചോദിച്ചു, ആരാണ് എന്ന്. ഞാൻ മറുപടി നൽകി, ഒരു കസ്റ്റമറാണ് എന്ന്. ഉടനെ അവൾ തമാശ രീതിയിൽ പറഞ്ഞു, എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു സംസാര രീതി നമ്മളോടും വീട്ടിലുമൊക്കെ ആവാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ശരിയാണല്ലോ. എല്ലാവരോടും ഇതുപോലെ സംസാരിക്കുകയാണെങ്കിൽ കുടുംബജീവിതം എത്ര മനോഹരമായിരിക്കും എന്ന്. നമ്മളെല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഏറ്റവും മനോഹരമായ രീതിയിലാണ് പെരുമാറുന്നത്. ചിരിച്ചുകൊണ്ട്, മാന്യതയോടെ, നല്ല ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ പൂർണ്ണ സന്നദ്ധരുമാകാറുണ്ട്. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിൽസ് ക്ലോസ് ചെയ്യാനോ, ബിസിനസ് വളർത്താനോ, കസ്റ്റമറോടുള്ള ബന്ധം നിലനിർത്താനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനോ ആണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് മോശമായി പ്രതികരിച്ചാലും നമ്മൾ ശാന്തമായി ചിരിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം മറുപടി നൽകും. പക്ഷേ ഇതേ സമീപനം നമ്മൾ വീട്ടിൽ കാണിക്കാറുണ്ടോ? മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യയോട്, അടുത്ത ബന്ധുക്കളോട്, കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന ആ ഒരു മനോഭാവവും മാന്യമായ സമീപനവും നമ്മുടെ കുടുംബത്തോട് വീട്ടിൽ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷകരവും കൂടുതൽ ആഹ്ലാദകരവുമാകും. തീർച്ച. ബിസിനസ്സിൽ വിജയിച്ചവരായിരിക്കാം, കസ്റ്റമേഴ്സിന്റെ ഏത് പ്രശ്നവും വളരെ വേഗത്തിൽ പരിഹരിക്കുന്നവരുമായിരിക്കാം. പക്ഷെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ്. ഫൈൻ ട്യൂൺ ആവശ്യമാണ്. കുടുംബത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. കുടുംബത്തോട് തമാശ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക. അവരോട് വിനയപൂർവ്വം പെരുമാറുക. കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. നമ്മുടെ ജീവിതം സന്തോഷകരമാകാൻ നാം തന്നെ തുനിഞ്ഞിറങ്ങണം. ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ടാവലല്ല, അത് ഉണ്ടാക്കിയെടുക്കലാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുമല്ലോ. താങ്ക് യു ഓൾ.